നമസ്കാരം. ഒടുവിൽ വിഴിഞ്ഞം പദ്ധതി സഫലമായിരിക്കുന്നു. അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുത്ത് അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും തന്നെ നാട്ടുകാർ വിജയിപ്പിക്കും എന്ന് കരുതി നുണപ്രചരണവുമായി CPM പിണറായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അല്പം ക്രെഡിറ്റ് പിണറായിക്കുണ്ട്, എന്നാൽ ഭൂരിപക്ഷം ക്രെഡിറ്റും ഉമ്മൻചാണ്ടിക്കാണ്. അതിനേക്കാൾ കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഈ ഒരു പദ്ധതി സ്വപ്നം കണ്ട സർ CPക്കും ഈ പദ്ധതിക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്ത ഏലിയാസ് ജോൺ എന്ന മാധ്യമ പ്രവർത്തകനുമാണ് എന്ന് ഞാൻ എൻ്റെ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. CPIM ഇതിനെ എത്രമാത്രം എതിർത്തിരുന്നു എന്നതിനും ഉമ്മൻചാണ്ടി എത്രമാത്രം ദൃഢനിശ്ചയത്തോടെ ഇതിനുവേണ്ടി ഇടപെട്ടു എന്നതിനുമുള്ള തെളിവ് 2015 നിയമസഭയിൽ ഉമ്മൻചാണ്ടി നടത്തിയ പ്രസംഗം തന്നെയാണ്. ഒരു കാര്യം വ്യക്തമാണ്, സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കിയിരിക്കും, യാതൊരു സംശയവും വേണ്ട. അതിന്റെ പേര് അഴിമതി. നിങ്ങൾ ഏത് സംശയവും പറഞ്ഞു, ഏത് നിർദ്ദേശവും വെച്ചു, അതൊക്കെ സ്വീകരിക്കാവുന്ന മുഴുവൻ സ്വീകരിക്കാൻ തയ്യാറാ. പക്ഷേ അഴിമതി ആരോപണം ഉന്നയിച്ച് ഇതില്ലാതെയാക്കാവും ധരിച്ചാൽ നടക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. CPIM അനുകൂലമായിരുന്നെങ്കിൽ പിന്നെ അവർ എന്തിനെ എതിർത്തു? ഇതായിരുന്നു പിണറായിയുടെ നിലപാട്, ഇതായിരുന്നു ഉമ്മൻചാണ്ടിയുടെ നിശ്ചയദാർഢ്യം. എന്നാൽ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ പദ്ധതി അട്ടിമറിക്കാൻ CPIM ഒരു ഗൂഢാലോചന നടത്തിയിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ ഞെട്ടലോടുകൂടിയാണ് വാസ്തവത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. CPIM അവരുടെ ക്രെഡിറ്റിൽ ഉൾപ്പെടുത്തുന്നത് VS അച്യുതാനന്ദന്റെ കാലത്ത് നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോയി എന്ന് പറഞ്ഞാണ്. വാസ്തവത്തിൽ വലിയൊരു ഗൂഢാലോചനയായിരുന്നു, വലിയൊരു ചതിയായിരുന്നു. ആ ചതി നമ്മൾ വീണുപോകാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. വാസ്തവത്തിൽ ഈ പദ്ധതിയെ ഇല്ലാതാക്കുക, അങ്ങനെ ഇന്ത്യയെ ഇല്ലാതാക്കുക എന്ന വലിയൊരു ഗൂഢാലോചനയ്ക്ക് CPM നേതൃത്വം കൊടുത്തു എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പെട്ടെന്ന് ഇതെന്റെ ഓർമ്മയിലേക്ക് വന്നത് ബൈജു സ്വാമിയുടെ പോസ്റ്റ് വായിച്ചപ്പോഴാണ്. ആ പോസ്റ്റ് ഞാൻ ആദ്യം വായിച്ചു കേൾപ്പിക്കാം. വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി മൻമോഹൻ സർക്കാർ ആഗോള ടെൻഡർ വിളിച്ചിട്ട് ചൈനീസ് ബന്ധമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ഫ്രോഡ് കമ്പനി മാത്രം ബിഡ് സ്വീകരിച്ചപ്പോൾ മൻമോഹൻ സർക്കാർ ആ ടെൻഡർ ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചു. കൊലയാളി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന കാരറ്റ് സഖാവും ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും കിട്ടുന്നത് നക്കി രാജ്യദ്രോഹത്തിന് കൂട്ടുനിൽക്കുന്ന കൂലി എഴുത്തുകാരുമായ അന്തം മാപ്ര ഫ്രാക്ഷനുകളും എതിർത്ത് എഴുതിക്കൂട്ടി. പക്ഷേ മനോമോഹൻ ആ ബിഡ് സുരക്ഷാ കാരണങ്ങളാൽ ഇന്ത്യൻ പ്രതിരോധ സേനകളുടെ എതിർപ്പുകാരിയുമായി കണക്കിലെടുത്ത് പ്രധാനമന്ത്രിയുടെ പ്രത്യേകമായ അധികാരം ഉപയോഗിച്ച് റദ്ദ് ചെയ്തു. അന്ന് കാരറ്റും കൂട്ടരും തുണി പറിച്ചെറിഞ്ഞാണ് പ്രതിഷേധിച്ചത്. തുടർന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയപ്പോൾ വീണ്ടും ടെൻഡർ വിളിച്ച് അദാനിയെ പദ്ധതി കെട്ടിയേൽപ്പിക്കുകയായിരുന്നു. അതിനെയാണ് കൊലയാളി പാർട്ടി ഉടമ ദാസപ്പന്റെ കൊള്ളസംഘം 6000 കോടി പദ്ധതിയിലെ 7000 കോടി അഴിമതിയായി ചിത്രീകരിച്ച് ചൈനാഭിമാന പത്രത്തിൽ കടൽ കൊള്ള എന്നെഴുതിയത്. നോക്കൂ, ഉമ്മൻചാണ്ടി വെറും കല്ലിടൽ നടത്തിയ ആളാണെന്ന് ദാസപ്പന്റെ പരിഹാസം. എട്ടുകാലി മമ്മൂഞ്ഞിനെ ദാസപ്പൻ എന്ന് വിളിച്ചാൽ മമ്മൂഞ്ഞ് മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. എൻ്റെ പഴയ പോസ്റ്റ് താഴെ വായിക്കൂ. ചൈന എന്ന രാജ്യത്തെ വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് മൻമോഹൻ സിംഗ് ഒഴിവാക്കിയ കാര്യം എത്ര ദീർഘവീക്ഷണമുള്ളതായിരുന്നു എന്ന് ആലോചിക്കുകയായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നടന്ന ആഗോള ടെൻഡറിൽ വിജയ് ചൗധരി എന്ന ഫ്രോഡ് സൂം ഡെവലപ്പേഴ്സ് എന്ന തട്ടിപ്പ് കമ്പനിയും ചൈനീസ് പങ്കാളികളും ചേർന്ന് വെച്ച് ബിഡ് നേടി. തുടർന്ന് കേന്ദ്ര അനുമതി സമർപ്പിച്ചപ്പോൾ സൈന്യവും രഹസ്യാന്വേഷണ ഏജൻസിയും ഇന്ത്യയുടെ സുരക്ഷയുടെ പ്രശ്നം ഉന്നയിച്ചപ്പോൾ മൻമോഹൻ സിംഗെ ധീരമായ നിലപാടെടുത്തുകൊണ്ട് ടെൻഡർ അസാധുവാക്കി. സൂം ഇതിനെ ചോദ്യം ചെയ്ത് നിയമയുദ്ധം നടത്തിയെങ്കിലും അമേരിക്കയിലും ഇന്ത്യയിലുമൊക്കെ തട്ടിപ്പ് നടത്തിയ വിജയ് ചൗധരി ജയിലിലായി. കരാറിനെ അസാധുവാക്കിയ വിധി 2018 പുറത്തു വരുമ്പോൾ ഒരു ലോഡ് കേസുമായി ജയിലിലും പരോളിലും കോടതിയിലും ഇരുന്ന് ഒളിവിലെ ഓർമ്മകൾ എഴുതുകയായിരുന്നു ചൗധരി. ആ തട്ടിപ്പ് യഥാർത്ഥത്തിൽ കുടപിടിച്ചത് എങ്ങനെയും ചൈനയ്ക്ക് കൊടുക്കണമെന്ന് വാശിയുണ്ടായിരുന്നു പ്രകാശ് കാരാട്ടിന്. അക്കാലത്ത് UPAയുടെ ഭരണത്തിൽ പുറത്തുനിന്ന് പിന്തുണ കൊടുത്ത പൊന്തിണ പുറത്തുകൊണ്ട് മെക്കിട്ട് കയറ്റമായിരുന്നു കാരാട്ട് പാർട്ടി. വിഴിഞ്ഞം ടെൻഡർ മൻമോഹൻ സിംഗ് രാജ്യ താല്പര്യം മുൻനിർത്തി ചൈനയുടെ സൈനിക തന്ത്രം മനസ്സിലാക്കണമെന്ന് പറഞ്ഞപ്പോൾ കാരാട്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞ് ഇവിടെ കോട്ട് ചെയ്യുന്നു. The tenders had been cleared. The Prime Minister was expected to lay the foundation stone and the work was about to begin. But suddenly they found that Chinese companies could not be given security clearance. Are the US companies which have projects in Pakistan disallowed to take up port projects in India? Karat asked, if you are allowing other countries to bid, why stop China? If American companies can take up work both in India and Pakistan, why bar Chinese companies? ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ പദ്ധതിയിൽ സൂം ഉണ്ടായിരുന്നെങ്കിൽ ചൈന ഇപ്പോൾ തന്നെ ഇന്ത്യ ആക്രമിച്ചു. സബ്മറീനുകളുടെ രഹസ്യ ഡാറ്റയും കയ്യിൽ വെച്ച് അറേബ്യൻ കടൽ അവർ ചുറ്റിവരിഞ്ഞേനെ. കമ്മ്യൂണിസ്റ്റുകൾക്ക് ചൈന പ്രേമം, സോവിയറ്റ് പ്രേമം ഒക്കെ കലശലാണ്. കാരണം അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ അവിടെ നിന്നാണ് എത്തുക. പണ്ട് സോവിയറ്റുകൾ മുടിഞ്ഞ ചായ കുടിയായിരുന്നു. ഇന്ന് കൊച്ചിയിലെ ചില തേയില കമ്പനികൾക്ക് മാത്രമേ സോവിയറ്റ് ചായ വിപണിയിൽ എൻട്രി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയായിരുന്നു CPI പിടിച്ചു നിന്നതെന്ന് അച്ഛന്റെ കുടുംബത്തിലുള്ള ഫോറിൻ സർവീസ് ജോലിയുള്ള വ്യക്തി പറഞ്ഞത് ഇന്നും ഓർക്കുന്നു. ആഗോളവൽക്കരണം ശേഷം തേയില പോയി, ആ സ്ഥാനത്ത് വിദേശ നിക്ഷേപം വന്നു. VS സർക്കാരിന്റെ കാലത്തും ഇതുപോലെ കുറെ ചൈന പർച്ചേസ് നടത്താൻ ശ്രമമുണ്ടായി. ലാവ്ലിൻ മാതൃകയിൽ വൈദ്യുതിയുടെ മേഖലയിൽ പുഷ്ടിപ്പെടുത്താൻ ആയിരുന്നു പദ്ധതി. ആ വകുപ്പാകുമ്പോൾ അറിവുള്ള പത്രക്കാർ കുറവാണല്ലോ, അതാണ് കാര്യം. പോരെങ്കിൽ തേയിലൊന്നും ഇപ്പോൾ ഗുമ്മില്ല.
ചൈനയുടെ മാതൃക പിന്തുടർന്ന് കുറെ മൈക്രോ മിനി ഇടത്തരം ഹൈഡർ പ്രോജക്റ്റുകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കാൻ ബാലൻ രംഗത്തിറങ്ങി. ചൈനയിൽ നിന്ന് ടെക്നോളജിയും മെഷീനുകളും ഇറക്കുമതി ചെയ്യാനായിരുന്നു ഉദ്ദേശം. അതും നടന്നില്ല. ഈ സൂം ഇടപാടും അങ്ങനെ പാർട്ടിക്ക് കുറച്ച് സ്വത്തുണ്ടാക്കാനും വെള്ളം കൂടി കാശുണ്ടാക്കാനുമായിരുന്നു. കാരണം വെറും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും തട്ടിപ്പുമായി നടന്ന പാർട്ടിയുടെ ബംഗാളിലെ വെറുക്കപ്പെട്ടവനായ വിജയ് ചൗധരി എന്ന പോർട്ട് ഓപ്പറേഷനിൽ യാതൊരു മുൻപരിചയവുമില്ലാത്ത വേൾഡ് ഫ്രോഡിനെ ശിഖണ്ഡിയായി മുന്നിൽ നിർത്തി മൻമോഹന് തിട്ടൂരമിറക്കിയത് എന്നോർക്കണം. ഞാൻ വെറുതെ ആരോപിക്കുന്നതാണെങ്കിൽ ആ അഴിമതി അങ്ങനെ ഡിസൈൻ ചെയ്തിരുന്നു എന്ന് കൂടി കാണുക. അക്കാലത്ത് തന്നെ KSIDC സൂമിന് വേറെ ഒരു പദ്ധതി സമ്മാനിച്ചു. കളമശ്ശേരിയിൽ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ ട്രേഡ് സെന്റർ നിർമ്മിക്കാൻ 40 ഏക്കർ ഭൂമി കൊടുക്കാൻ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടം പണിയാനും ഉദ്ദേശമുണ്ടായിരുന്നു. അതും നാവികസേനയുടെ ഇടപെടൽ മൂലം നടന്നില്ല. ഇതെല്ലാം കൂട്ടി വായിച്ചാൽ മനസ്സിലാകും, അതൊക്കെ നടന്നിരുന്നെങ്കിൽ അമേരിക്കയ്ക്ക് സോവിയറ്റ് ക്യൂബ പോലെ കേരളത്തിൽ ചൈന വേരുമുറുക്കി ചൈനീസ് ടൗൺ ഉണ്ടാക്കിയനെ. മൻമോഹൻ സിംഗ് ഒറ്റയ്ക്ക് ഇത്രയും ശക്തമായ തീരുമാനമെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അന്ന് സൈന്യവും രഹസ്യാന്വേഷണ വകുപ്പും കൃത്യമായി പ്ലോട്ട് കണ്ടിട്ട് തന്നെയാവും. ഇപ്പോൾ ഇത് ഓർത്തത് ചൈനയുടെ ബുള്ളിയും കണ്ടുകൊണ്ട് തന്നെയാണ്. ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം, ഏതെങ്കിലും വിദേശ ആശയ സംഹിത നെഞ്ചിലേറ്റുന്നവർ രാജ്യദ്രോഹത്തിന് വഴിവെക്കുന്ന രഹസ്യ ഇടപാടിന് മസിൽ പിടിക്കരുത്. ദേശീയത എന്നത് യാഥാർത്ഥ്യമാണ്. അത് വിളിച്ചു പറയുന്നവർ മുഴുവൻ സംഘികൾ എന്ന് ചാപ്പ രാഷ്ട്രീയ ബൂമാറങ്ങാണ്. ഏതെങ്കിലും തത്വശാസ്ത്രം അത് ഉത്ഭവിച്ച രാജ്യത്തിന് സ്വകാര്യ താല്പര്യത്തിന് വേണ്ടി ചൂട്ടുപിടിക്കലാകരുത്. ഒരിക്കൽ ഞാനിത് എഴുതിയപ്പോൾ അന്തംസ് തെറിയായിരുന്നു. എൻ്റെ എഴുത്ത് മിക്കവാറും അങ്ങനെയാണല്ലോ, തിരിഞ്ഞു നോക്കുമ്പോൾ അല്ല സത്യമായിരുന്നു എന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ ഇത് വളരെ കണ്ണു തുറപ്പിക്കേണ്ട ഒരു പോസ്റ്റാണ്. ഞാൻ ഈ പോസ്റ്റ് വായിച്ചതിന് ശേഷം അന്വേഷണം നടത്തി സത്യമാണ്. വാസ്തവത്തിൽ നമുക്ക് ബോധമില്ല, വിവരമില്ല, നമുക്ക് ഗവേഷണ രീതിയില്ല. വിഴിഞ്ഞം പോലൊരു വലിയ പദ്ധതിക്ക് അസാധാരണമായ സാധ്യത ആദ്യം തിരിച്ചറിഞ്ഞത് ചൈനയും മറ്റുമാണ്. നമുക്ക് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല ഈ പദ്ധതിയുടെ മേൽ. നമ്മളത് ഇട്ട് തട്ടി. ഏലിയാസ് ജോണിന്റെ ക്യാമ്പയിനോടെ MV രാഘവനും ഉമ്മൻചാണ്ടിയും രംഗത്ത് വന്നതോടെ ആ പദ്ധതി നടപ്പിലാക്കുമെന്ന് വന്നപ്പോഴാണ് ദുബായ് വേൾഡ്, CP വേൾഡ്, ദുബായ് വേൾഡ് എന്ന് പറയുന്ന കമ്പനി കൊച്ചി കണ്ടെയ്നർ ടെർമിനൽ ഏറ്റെടുക്കുന്നത്. കൊച്ചി കണ്ടെയ്നർ ടെർമിനലിലൂടെ ഇത് തകർക്കുകയായിരുന്നു ലക്ഷ്യം. ഈ ഉദ്ദേശത്തോടുകൂടി, ഇത് നടപ്പിലാകുന്ന ഉദ്ദേശത്തോടുകൂടി ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന P രാജീവ് ഈ വിഴിഞ്ഞം പദ്ധതിക്കെതിരെ ഇത് തമിഴ്നാടിനെ ഗുണം ചെയ്യുമെന്ന് പറഞ്ഞ് ഈ വിഴിഞ്ഞം പദ്ധതിക്കെതിരെ പോസ്റ്റർ ഒട്ടിച്ചു കൊച്ചിയിൽ. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ പദ്ധതി അട്ടിമറിക്കാൻ വേണ്ടി പോസ്റ്റർ ഒട്ടിച്ച ആളാണ് P രാജീവ് എന്ന് ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി. പക്ഷെ അന്ന് ഏലിയാസ് ജോണിനെ പോലുള്ളവരാണ് രംഗത്തിറങ്ങി പാർട്ടിയെ കണ്ടതും ഇടപെട്ടതും ഒതുക്കിയതും. യഥാർത്ഥത്തിൽ ഇതിന്റെയൊക്കെ പിന്നിൽ ചൈനയായിരുന്നു. ചൈന എന്ന് പറയുന്നത് വിഴിഞ്ഞം അതിന്റെ പൂർണ്ണശേഷിയിലെത്തിയാൽ അത്തരം 40-50 തുറമുഖങ്ങളുള്ള രാജ്യമാണ്. കോടിക്കണക്കിന് ടൺ സാധനങ്ങളാണ് അവിടെ എത്തുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു വലിയ തുറമുഖം വന്നാൽ ആ തുറമുഖം ഒരു പ്രധാന കവാടമായി മാറുമെന്നറിഞ്ഞ് ചൈനീസ് കച്ചവടം നഷ്ടപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞ് അവർ നടത്തിയ ഗൂഢാലോചന. അങ്ങനെ ചൈനയുടെ 2 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി ബിഡ് ചെയ്തത്. അവർ ഇവിടെ സൂം എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് കമ്പനിയെ മുമ്പിൽ നിർത്തിയെന്ന് മാത്രം. ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ബിഡിങ് കൊടുത്തത് VS അച്യുതാനന്ദനാണ്. അവരുമായി എഗ്രിമെന്റിൽ ഒപ്പിട്ട് നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോഴാണ്, അത് ഡൽഹിയിൽ ചെന്നപ്പോഴാണ് മൻമോഹൻ സിംഗ് എതിർത്തത്. അതിനുവേണ്ടിയാണ് പ്രകാശ് കാരാട്ടും CPM നേതാക്കളും ബഹളം വെച്ചതും രാജ്ഭവൻ മാർച്ച് നടത്തിയതും സമരം നടത്തിയതും. അന്ന് ഇവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇത് കൊടുത്തിരുന്നെങ്കിൽ ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ഉടമസ്ഥാവകാശം ചൈനയ്ക്കാകുമായിരുന്നു. 2 സാധ്യതയാണുള്ളത്. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ പോലെ പേരിന് വേണ്ടി ഒരു സാധനം ഉണ്ടാക്കി നശിപ്പിച്ച് കളഞ്ഞേനെ. 2, ഇനി വലിയ ഒരു തുറമുഖ ടെർമിനൽ ഉണ്ടാക്കിയാൽ അതിന്റെ നിയന്ത്രണം ചൈനയ്ക്കാവുമായിരുന്നു. ഇന്ത്യയെ ആക്രമിക്കാനും ഇന്ത്യയെ വരിഞ്ഞു മുറുക്കാനും നശിപ്പിക്കാനും ചൈനയ്ക്ക് എളുപ്പമാവും. ചൈന ലോകം മുഴുവൻ തുറമുഖങ്ങൾ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നു. ചൈന ലോകം മുഴുവൻ വിമാനത്താവളങ്ങൾ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ആശയം ലോകം പിടിച്ചെടുക്കുക എന്നതാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ കാതലായ കടൽ തീരത്ത്, ഇന്ത്യൻ മണ്ണിൽ തന്നെ അവർക്കൊരു ആസ്ഥാന മന്ദിരം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് CPM നടത്തിയത്. അതിനെയാണ് മൻമോഹൻ സിംഗ് പൊളിച്ചു കളഞ്ഞത്. എന്നിട്ടാണ് CPM പറയുന്നത് അവർക്ക് ക്രെഡിറ്റ് വേണമെന്ന്. അതായത് ഒന്ന്, ഈ പദ്ധതി ഇല്ലാതാക്കാൻ ശ്രമിച്ചു, എല്ലാ അർത്ഥത്തിലും അതിനെതിരെ സമരം നടത്തി. ഈ പദ്ധതി കടൽ കൊള്ളയാണെന്ന് അവസാന നിമിഷം വരെ പറഞ്ഞു. ഈ പദ്ധതിക്ക് എതിരായി P രാജീവിന്റെ നേതൃത്വത്തിൽ കണ്ടെയ്നർ ടെർമിനൽ വേണം എന്ന് പറഞ്ഞ് അവിടെ ബഹളം വെച്ചു. 2, ഇത് ചൈനയ്ക്ക് കൊടുക്കാൻ ശ്രമിച്ചു. ചൈനയ്ക്ക് കൊടുത്താൽ ആകെ കൈവിട്ടു പോകുമായിരുന്നു. രാജ്യത്തിന് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ ചൈനയ്ക്ക് ഇന്ത്യ ആക്രമിക്കാൻ വളരെ എളുപ്പമായിരുന്നു. ഇതൊക്കെയാണ് യാഥാർത്ഥ്യങ്ങൾ. ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് പിണറായി കൂട്ടരും ഇത് മുതലെടുക്കാൻ ശ്രമിക്കുന്നത്.